സർ, മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ പ്രമേയത്തെ അനുകൂലിക്കുന്നു. ഞങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ കൂടി ഈ പ്രമേയത്തിന്റെ ഭാഗമാക്കണം എന്ന് ഈ സഭയോട് അഭ്യർത്ഥിക്കുകയാണ്. കർഷക സമരത്തിന് വലിയ പ്രാധാന്യമുണ്ട് സർ, ഒരുപാട് സവിശേഷതകൾ. അത് കാണാതെ പോകരുത്. ഇത് ഒറ്റപ്പെട്ട ഒരു സമരമല്ല, ഒരു ഭരണവർഗത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് സാർ ഈ സമരം. എന്തും അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്ര ഭരണമാണ് നമ്മുടെ നാടിന്റെ ശാപം. ജനഹിതം മാനിക്കാതെ ജനായത്ത മൂല്യങ്ങളെ നിരസിക്കുന്ന അതീവ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ കുറെ കാലമായി രാജ്യത്ത് നടത്തുന്നത്. അതിനെതിരെ ജനശക്തിയുടെ മാസ്മരികമായ പ്രഭാവം ഇന്ന് രാജ്യം കാണുന്നു. ഈ സമരത്തിന് രണ്ടാമത് പ്രത്യേകതയുണ്ട് സർ. സമരം തുടങ്ങിയത് നവംബർ 26. ഞങ്ങൾക്ക് വലുത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രചിക്കപ്പെട്ട ഭരണഘടന കേവലം ഒരു നിയമരേഖ മാത്രമല്ലെന്നും അത് ദേശീയ പ്രസ്ഥാനത്തിന്റെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ ആണ് എന്നും ആ കർഷകർ ജാലിയൻ വാലാബാഗിന്റെ മണ്ണിൽ നിന്നാണ് ഈ കർഷകർ ദില്ലിയിലേക്ക് വരുന്നത്. ജാലിയൻ വാലാബാഗിന്റെ തിക്തമായ സ്മരണകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് വലുത് ദേശീയ പ്രസ്ഥാനം ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണെന്ന് ഈ കർഷകർ പ്രഖ്യാപിക്കുകയാണ്. അവര് ഏതാണ്ട് 6 മാസത്തെ ഭക്ഷണം കരുതിയാണ് സർ വന്നിരിക്കുന്നത് ഡൽഹിയിൽ. ഞങ്ങൾ പോകുന്നില്ല. ഈ സമരം ഞങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം. അതുകൊണ്ട് പട്ടിണി കിടക്കാതിരിക്കാൻ 6 മാസത്തെ ഭക്ഷണം കരുതിയാണ് ഈ കർഷകർ കൂട്ടം കൂട്ടമായി ദില്ലിയിലേക്ക് വന്നിരിക്കുന്നത്. സ്ത്രീകളെ നോക്കൂ സാർ. ഈ സമരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സ്ത്രീകൾ അഭിമാനപുരസ്സരം ഈ സമരത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഷാഹിൻബാഗാണ് ഇതിന്റെ ഒരു സന്ദേശം. ഷാഹിൻബാഗിൽ സ്ത്രീകൾ നടത്തിയ സമരം ഈ രാജ്യത്തിന്റെ മനസാക്ഷിക്ക് നേരെയുള്ള ഒരു വലിയ ആഹ്വാനമായിരുന്നു, ഒരു വലിയ താക്കീതായിരുന്നു. ആ ഷാഹിൻബാഗിന്റെ മോഡലിൽ ഇന്ന് ഈ സമരം നടക്കുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കണം സർ. എത്ര സമാധാനപരമാണ്. തങ്ങളുടെ സഹോദരങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുന്നു ശൈത്യത്തിൽ. 1 or 2 ആളുകൾ ആത്മഹത്യയും ചെയ്തു. എന്നിട്ടും സമാധാനപരമായ സമരം, മാന്യമായ സമരം, അത് ഈ സർക്കാരിനെതിരെയുള്ള അതീവ ഗുരുതരമായ ഒരു വെല്ലുവിളി ഉയർത്താനാണ് ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. സാർ, ഈ സമരക്കാർ എന്താണ് ആവശ്യപ്പെടുന്നത്? കേന്ദ്ര സർക്കാർ എന്താണ് ഇങ്ങനെ തെറ്റായ നയം സ്വീകരിക്കുന്നത്? CACP എന്ന സംവിധാനമുണ്ട് രാജ്യത്ത്. കാർഷിക രംഗത്തെ ചെലവുകൾ പഠിക്കാൻ, അതിന്റെ അടിസ്ഥാനത്തിൽ വില നിർണ്ണയിക്കാൻ നമുക്കൊരു സംവിധാനമുണ്ട്. അതാണ് CACP. ആ CACPയുടെ ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് മാത്രമാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത്. 2, സ്വാമിനാഥൻ ഈ രംഗത്ത് എത്രയോ ശുപാർശ നൽകിയിട്ടുണ്ട്. ആ ശുപാർശകൾ നടപ്പിലാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. 3, ഡോക്ടർ SS ജോഷി ഈ കാർഷിക മേഖലയിൽ വൈവിധ്യവൽക്കരണം വഴി കർഷകർക്ക് അഭിമാനകരമായ ജീവിതം ഉറപ്പുവരുത്താൻ ഡോക്ടർ SS ജോഷി അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നയം രൂപീകരിക്കണമെന്നാണ് ഇവരാവശ്യപ്പെടുന്നത്. 1, MSP താങ്ങുവില. ന്യായവില പോരാ, താങ്ങുവില കിട്ടണം. അത് ഇന്നൊരു നയമാണ് സർ. ആ നയം നിയമമാക്കേണ്ടതുണ്ട്. കാരണം നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തപ്പെടുന്ന ഒരു കാലത്ത് കേവലമായ നയങ്ങൾ പോരാ. അതുകൊണ്ട് താങ്ങുവില ഒരു നയമായി രാജ്യം കുറെ കാലമായി സ്വീകരിക്കും. അത് നിയമമാക്കി മാറ്റണം എന്നാണ് ഈ കർഷകർ ആവശ്യപ്പെടുന്നത്. സർക്കാർ ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കണമെന്നത് നമ്മുടെ ഒരു ആവശ്യമാണ് സർ. അതിനാ എന്ത് ന്യായ പറയുന്നേ? കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതാണ് നല്ലത്. അതിനവർ പറയുന്ന മുടന്ത ന്യായം, നമുക്ക് സ്റ്റോറേജ് ഇല്ല പോലും.
ഇത്ര വലിയൊരു രാജ്യം, ഇത്ര സമ്പന്നമായൊരു രാജ്യം, നമുക്ക് സ്റ്റോറേജ് ഉണ്ടാക്കണം. ഒറ്റയടിക്കല്ല, ഘട്ടം ഘട്ടമായി ശീതീകരിച്ച സ്റ്റോറേജുകൾ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മുടെ കർഷകർക്ക് ന്യായമായ വില ലഭിക്കണം, താങ്ങുവില ലഭിക്കണം. അതിൽ ഒരു വീഴ്ചയും വരുത്താൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. സർ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് എന്താണ് ഈ BJP-ക്കാർ ദേശീയ സമരവുമായി ഒരു ബന്ധവുമില്ലാത്തതുകൊണ്ട് എന്ത് അപമാനകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്? ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊളോണിയൽ നയം എന്താണ്? 1894 ലാൻഡ് അക്വിസിഷൻ ആക്ട് ഉണ്ടായി. നമുക്കറിയാം 985 കോൺഗ്രസ് കർഷകർക്ക് അനുകൂലമായി അത് മാറ്റം വരുത്തി. 1894 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കൊളോണിയൽ കാലത്തെ കർഷക വിരുദ്ധമായ, ജനവിരുദ്ധമായ നയം 1985 നമ്മൾ മാറ്റി. ഇപ്പൊ ഇവര് വലിയ ദേശാഭിമാനികളാണ്. അവരെന്താ ചെയ്യുന്നത്? ബ്രിട്ടീഷുകാരുടെ കാലത്തേക്ക് ഈ നിയമത്തെ കൊണ്ടുപോവുക, കർഷകനെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയുക. ഈ BJP സർക്കാർ ഈ രാജ്യത്തിന് അപമാനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭേദഗതി അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രി ഈ രാജ്യത്തോട്, ജനങ്ങളോട്, കർഷകരോട് കാണിക്കുന്ന നന്ദിക്കെതിരെ ഈ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും കർഷകർക്ക് നൽകിയ പ്രോത്സാഹനമാണ് സർ MSP. ഈ ഏറ്റെടുക്കൽ അതെല്ലാം തകിടം മറിക്കാൻ BJP-ക്ക് അവകാശമില്ല. എന്തേ സാർ ഈ മഹാമാരിയുടെ കാലം തെരഞ്ഞെടുത്തത്? അതൊരു ഭരണവർഗ ഗൂഢാലോചനയാണ്. ഇത്ര മൗലികമായൊരു നിയമം ഒന്നുകിൽ വിദഗ്ധർ പറയുക, ഞാൻ ചുരുക്കുക, ഒന്നുകിൽ വിദഗ്ധർ പറയുക, അല്ലെങ്കിൽ കർഷകർ പറയുക. ഇത് രണ്ടിനുമെതിരെ കേന്ദ്ര സർക്കാർ പാർലമെന്റ് കൂടാതെ നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. ലോകസഭയും നിയമസഭകളുമെല്ലാം നോക്കുകുത്തികളാക്കാൻ BJP-ക്ക് അധികാരമില്ല, അതിന് അവകാശമില്ല, ജനങ്ങൾ അത് നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ ജനങ്ങളുടെ വികാരം മാനിക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ വികാരം അക്ഷരാർത്ഥത്തിൽ തുടരേണ്ടതുണ്ട്. സാർ, ഒരു കാര്യം പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്താൽ നമുക്കിപ്പോൾ 3 പേരുണ്ട് സാർ. ഒന്ന് അർബൻ നക്സൽ, 2 ഭീകരവാദി, ഇപ്പൊ ഖാലിസ്ഥാനി. കക്ഷി രാഷ്ട്രീയം വിടാം, ഇതൊരു ദേശീയ പ്രശ്നം, ഇത് നമ്മുടെ തൊഴിലാളികളുടെ പ്രശ്നം, ഇത് ഈ നാടിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം. നമുക്ക് 3 ആളുകളുണ്ട് സാർ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദാവലി സമരം ചെയ്താൽ, ഭരണഘടനാപരമായി ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ സമരം ചെയ്താൽ അവർ നമ്മളെ ഭീകരവാദിയാക്കും സാർ. നമ്മൾ അറസ്റ്റ് ചെയ്യും, നമ്മളെ ഖാലിസ്ഥാനിവാദി എന്ന് വിളിക്കും. സിഖുകാരൻ ജാലിയാം വാലാബാഗിന്റെ മണ്ണിൽ നിന്ന് പാവപ്പെട്ട സിഖുകാരൻ, ഹരിയാനയിലെ തൊഴിലാളികൾ, കർഷകർ ഡൽഹിക്ക് വരുമ്പോ അവൻ ഖാലിസ്ഥാനിയാണ് ആൻസർ. ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ചിന്തകന്മാർ, പ്രൊഫഷണലുകൾ, അവരെ ഇവർ വിളിക്കും അർബൻ നക്സലൈറ്റ്. ഈ ജനവിരുദ്ധമായ സർക്കാരിനെതിരെ ഒന്നിക്കാൻ നമുക്ക് ഈ 3 നിയമങ്ങളും പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. MSP ഉണ്ടാവണം. അതുപോലെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് താങ്ങുവില നൽകി കർഷകരെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പ്രമേയത്തെ അനുകൂലിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഞങ്ങൾ അവതരിപ്പിച്ച കാര്യം താങ്കൾ വിസ്മരിക്കരുത്. കാരണം ഗവർണർ നമ്മളെ അപമാനിച്ചു സർ. ഞങ്ങളൊക്കെ അന്ന് ഇവിടെ എത്തി നോട്ടീസ് കിട്ടാതെ. കാരണം ഇത് നമ്മുടെ മൗലികമായ പ്രശ്നമാണ്. ഞങ്ങളെല്ലാം ഇവിടെ എത്തി സർ. എന്നിട്ട് ഞങ്ങൾ മടങ്ങിപ്പോയി. ഞങ്ങൾക്ക് ദുഃഖമില്ല, എത്ര ദിവസം വേണമെന്ന് നിൽക്കാൻ തയ്യാറാണ് ഒരു ജനകീയ പ്രശ്നത്തിന് വേണ്ടി. ഈ നാടകം ഗവർണർക്ക് ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് ഗവർണർക്കെതിരെ ശക്തമായ ഒരു പരാമർശം കൂടി ഈ പ്രമേയത്തിൽ ഉണ്ടാവണം സർ. ഞാൻ ഈ പ്രമേയത്തെ അനുഭവിച്ചു.